പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചവരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങൾ അവകാശികളാണ്. എന്നിട്ട് ആഡ് ചെയ്യുകയാണ്, പ്രവാസികളാണ്, പരദേശികളാണ്. അപ്പോൾ പ്രവാസികളും പരദേശികളുമായ നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജാതികളെപ്പോലെ ചിന്തിച്ചാൽ, ആ വഴിക്ക് പോയാൽ നിങ്ങൾ അബദ്ധം പറ്റും. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആഗ്രഹം അമേരിക്കൻ പ്രസിഡന്റ് ആകണമെന്നാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ആഗ്രഹം നോബൽ സമ്മാനം കിട്ടണമെന്നാണ്. മിഡിൽ ക്ലാസിന്റെ ഒക്കെ ആഗ്രഹം ഒരു കാർ ഉണ്ടാകണമെന്നാണ്. കാർ ഉടമകളുണ്ട്, കാറ് നിർമ്മിക്കുന്ന ഉടമയൊക്കെയാണ് മറ്റാഗ്രഹങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ആഗ്രഹത്തിനൊന്നും അന്തമില്ല. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരുത്തൻ, ദൈവമകനായ ഒരുത്തൻ ഇതിന്റെ പുറകിലെ പോയാലോ എന്താ സംഭവിക്കുക? ഒരു പരിശുദ്ധാത്മാവുണ്ട്, ഇവന് ശക്തിയുണ്ട്, ഇവൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും, നേടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് തെറ്റായ ഒരു നേടലായിരിക്കും. അതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ശക്തി കിട്ടിയ, ട്രെയിനിങ് കിട്ടിയ, ആയുധം കിട്ടിയ ഒരു പടയാളി ഒരു ഗുണ്ടാ സംഘത്തിൽ ചേർന്നാൽ എത്ര അപകടമാണ്. അതുപോലെ ആയിരിക്കും പരിശുദ്ധാത്മാവ് കിട്ടിയ ദൈവപുത്രനായ വീണ്ടും ജനിച്ച നിങ്ങൾ വഴിമാറിപ്പോയാൽ. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് നിങ്ങളുടെ നടപ്പ് ജാതികളുടെ ഇടയിൽ നന്നായിരിക്കണം. അവർ സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് തന്നെ.